ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. സ്വിസ് യാത്രകളുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു പാർക്കിലാണ് കേട്ടോ. പാർക്കെന്ന് വെച്ചാൽ ഈ ജനീവ ലേക്കിൻ്റെ സൈഡിൽ കുറേ ഏക്കർ കണക്കിന് സ്ഥലത്തുള്ളൊരു പാർക്കാണിത്. അപ്പോൾ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. ട്രക്കിംഗ്, സൈക്ലിംഗ്, അതുപോലെ സ്പോർട്സിൻ്റെ ഉള്ള ഏരിയ, സ്കേറ്റ് ബോർഡ്, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള പാർക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഈ ലേക്കിൻ്റെ സൈഡിൽ ഇറങ്ങിയേക്കുവാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അതുപോലെ അവിടെ നിൽക്കാനും നല്ല രസമുണ്ട്. ആ ട്രീ കണ്ടോ, നല്ല രസമില്ലേ അത് കാണാനായിട്ട്. ഒരു ഇല പോലും ഇല്ല, ഇപ്പോൾ ഇല ഫുള്ള് പൊഴിച്ചിട്ടേക്കുവാണ്. നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കൂടെ ആ കല്ലിൽ കുറേ കല്ലിട്ടിട്ടുണ്ട്. അവിടെ കല്ലിൽ കൂടെയൊക്കെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഷീച്ചേട്ടൻ അതുപോലെ ചാടിയിട്ട് അവളോട് അതുപോലെയൊക്കെ കാണിക്കാൻ പറയുകയാണേ. അവിടെ കുറേ നേരം നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഇപ്പുറത്തോട്ട് വന്നു കേട്ടോ. അവിടെ കുറേ ഇങ്ങനെ കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇരിക്കാനുള്ള സീറ്റൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര നേരം നിന്നാലും നമുക്ക് മടുക്കില്ല. നല്ല തണുപ്പുണ്ടായിരുന്നു, മൈനസൊക്കെ ആയിരുന്നു അന്ന്. പക്ഷേ നല്ല തണുപ്പുണ്ടെങ്കിലും നമുക്കവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ എത്ര കണ്ട് നിന്നാലും മടുക്കില്ലായിരുന്നു. നമ്മുടെ മൈൻഡിനെ ഭയങ്കര പീസ്ഫുൾ ആക്കുന്ന ഒരു ക്ലൈമറ്റുമാണ്, കാഴ്ചയാണ് കേട്ടോ. ഈ ലേക്കിൽ ഒരുപാട് സ്വാൻസും ഡക്സും ഒക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആൾക്കാർ സൈഡിൽ നിന്നിട്ട് ഇവരെയൊക്കെ ഫീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതേ ഒരു സ്വാൻ വരുന്നത് കണ്ടോ. അപ്പം നമ്മൾ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് നമ്മുടെ അടുത്തോട്ട് അത് വരികയാണ് കേട്ടോ. ഫുഡ് എന്തെങ്കിലും കിട്ടുന്ന ഓർത്തിട്ട് വരികയെന്നാണ് തോന്നുന്നത്. ആദ്യം നമുക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ, അതിന് നമ്മുടെ അടുത്തോട്ട് വന്ന് നമ്മളെ കൊത്തുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫുഡിന് വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളത് കൊടുക്കാമെന്ന് ഓർത്തു. ആദ്യം നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നൊന്നും അറിയണ്ടായില്ല. പക്ഷേ ആൾക്കാർ കൊടുക്കുന്നുണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി കൊടുത്താലും കുഴപ്പമൊന്നുമില്ലാന്ന്. അങ്ങനെ നമ്മുടെ കയ്യിൽ കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നത് നമ്മളതിന് കൊടുക്കുകയാണേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മളെ സ്നാക്സ് എടുക്കുന്നതോടെ വരെ അത് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിൽക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് സ്നാക്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളങ്ങനെ എടുത്തു, അതിന് കൊടുത്തു കേട്ടോ. പിന്നെ കിട്ടി തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊടുക്കാണ്ടായപ്പോഴത്തേക്കും ഉണ്ടല്ലോ, നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് നമ്മൾ പരിപാടി നിർത്തിയിട്ട് വേഗം അവിടെ നിന്ന് ഓടി. എന്ത് ഭംഗിയല്ലേ അതിനെ കാണാൻ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അപ്പോൾ കയ്യിൽ സ്നാക്സ് ഉള്ളത് കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ അടുത്ത് നിന്ന് എടുക്കാൻ പറ്റി. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ആളിതേ പോവുകയാണ് കേട്ടോ. പക്ഷെ ആൾക്ക് പോവാൻ ചെറിയൊരു മടിയും കൂടി ഉണ്ട്. ഇനി എന്തെങ്കിലും കിട്ടിയാലോ എന്നൊക്കെ ഓർത്തുള്ള നിപ്പാണ് ആള്. ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. അമ്മു കുറേ നേരം ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു, എന്നിട്ടും ആള് പോകുന്നില്ല. അമ്മുവിന് അത്ര അടുത്ത് നിൽക്കാൻ പേടിയുണ്ടെങ്കിലും ആള് ധൈര്യം സംഭരിച്ചവിടെ നിൽക്കുവാണേ. അത് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് ഊഞ്ഞാലിൽ കയറി ഒന്ന് ആടി നോക്കിയതാണ് എങ്ങനെ ഉണ്ട് എന്ന്. പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല, എനിക്ക് കയറിയപ്പോൾ ശരിക്കും പേടിയായി. പിന്നെ ഇച്ചിരി നേരം ആടിയിട്ട് ഞാനിങ്ങനെ ഇറങ്ങി പോന്നു കേട്ടോ. ഇനി വല്ലവരും വന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോയാലോ നോർത്തിട്ട്. പിള്ളേർക്ക് ആടാനുള്ള സാധനമല്ലേ. ഇതാണ് ലേക്കിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ. ഈ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. നമ്മുടെ ഫ്രീസറിൽ ഇരിക്കുന്ന ഐസ് പോലെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട് വെള്ളം. പക്ഷെ ഇത്രയും തണുപ്പുള്ള വെള്ളത്തിൽ അവിടെ ആൾക്കാർ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ ഇവരെ കൊണ്ട് ഇതൊക്കെ സാധിക്കുന്നതെന്ന് എനിക്കറിയില്ല. നല്ല തണുപ്പ്, നല്ല ഐസ് വെള്ളമാണ്. പക്ഷെ അവർ സൂപ്പറായിട്ട് അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫുള്ളായിട്ടുള്ള വ്യൂ. അപ്പം മരങ്ങളൊക്കെ കണ്ടോ, ഫുള്ള് ഇല ഒഴിച്ചിട്ടേക്കുവാണ്, ഇലയൊന്നുമില്ല. ആ മുകളിൽ കിളികളുടെ കൂടൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. മരത്തിലെ ഇലയൊന്നുമില്ല കേട്ടോ. തണുപ്പായതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും ഇല്ല. അപ്പോൾ കണ്ടോ, പുറത്ത് അധികം ആൾക്കാരൊന്നും ഇല്ല, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പറ്റുവാണെങ്കിൽ ഷെയറും ഒരു ലൈക്കും കൂടെ ചെയ്തേക്കണേ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് നമ്മളെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വ്ളോഗുമായിട്ട് നമുക്ക് കാണാം. ബൈ.